10:15 ട്രെയിൻ എത്തുന്നത്. അപ്പോഴേക്കും എന്നെ അവിടെ എത്തിയിട്ടുണ്ടാവുമെന്നാ. ഇവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റായെന്ന് എനിക്ക് തോന്നി. അതോ ഒരു കോയമ്പത്തൂർന്ന് കാര് പിടിച്ചു വരുമോ? വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ആന്റി എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എങ്ങനെ വേണേലും വരട്ടേന്ന്. വന്നിട്ടില്ലെങ്കിൽ അത്രയും നല്ലത്. വന്നിട്ടും വലിയ യൂസ് ഒന്നുമില്ല. അതുപോലെ തിരിച്ചു പോവേ ഉള്ളൂ. അനിമോളെ, ആന്റി പറഞ്ഞത് മറക്കരുത്. നിന്റെ അച്ഛനും അമ്മയും രണ്ടുപേർക്കും മൂക്കിന്റെ തുമ്പത്തെ അർശം. അവര് കടപെടാന്ന് എന്തേലുമൊക്കെ പറഞ്ഞുവന്നിരിക്കും. എന്റെ കുട്ടി തിരിച്ചൊന്നും പറയാൻ നിൽക്കരുത്. എന്താന്ന് വെച്ചാ ഞാനും മേനും കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അതിന് ബോധ്യം വരണ്ട ആന്റി. അവരവരുടെ ഡിസിഷനിൽ സ്ട്രിക്ക് ഓൺ ചെയ്യും. അത് ഉറപ്പാ. എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നോട് ഇറങ്ങിപ്പോകാൻ ആന്റിയും അങ്കിളും പറയരുത്. പിന്നെ സൂയിസൈഡ് അല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ല. എന്റെ കൃഷ്ണ, എന്താ മോളി പറയുന്നത്? കളിയായിട്ട് പോലും അങ്ങനൊന്നും പറയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അപ്പൊ ട്രെയിനിൽ തന്നെയാ വന്നത്? അതെ. വരൂ. അരുൺ അകത്തേക്കല്ല. ഇറ്റ്സ് റിയലി എ ലവ്ലി പ്ലേസ്. അനി ഇവിടെ നിന്ന് പോരാൻ മടിക്കുന്നതിന്റെ കാര്യം നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മമ്മിക്ക് അസുഖമൊന്നുമില്ലല്ലോ? നീ ഉണ്ടാക്കുന്ന ഹെഡേക്സിന് പുറമെ എന്തിനാ മറ്റസുഖം? ലീല, എനിക്കൊരു ചായ വേണം. ചേച്ചി എടുക്കുന്നുണ്ട്. ഈ ഡ്രസ് ഒന്ന് മാറിക്കോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓ, നിങ്ങളും ഉണ്ടായിരുന്നോ? സർപ്രൈസ് ആയി അല്ലേ? ഏയ്, ഒരു ചെറിയ ഷോക്ക്. അതാ ഉണ്ടായത്. യു ക്രേസി. എന്ത് ടെൻഷനാ താനോട് ഉണ്ടാക്കിയത്? ഒരു വാക്ക് പറയാതെ. തന്റെ ഡാഡിയും മമ്മിയും എന്തുമാത്രം വറീഡായിരുന്നു അറിയാമോ? ആഹാ, എന്നാൽ ഇനിയും അവർ ഒരുപാട് വറീഡാവാൻ ഇരിക്കുന്നേ ഉള്ളൂ. അനി, അങ്കിൾ. നോ, അവരെല്ലാം വന്ന് കയറിയതേ ഉള്ളൂ. അതിനു മുമ്പ് നീയായിട്ടൊരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് മുഴുവൻ നീ മറന്നു. എനിക്ക് അയാളെ കാണുന്നതേ അറപ്പാ. അയാൾ ഇവിടെ ഉണ്ടാവുന്ന ഓരോ സെക്കൻഡിലും ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ശേഖരേട്ടാ. അനി, പ്ലീസ്. என்ன பஞ்சு மிட்டாய் சாப்பிட்டுட்டு இருக்க குழந்தைங்க மாதிரி? அசிங்கமா இல்ல? நான் குட்டி என்ன இல்ல, പിന്നെ നിങ്ങളെ പോലെ വയസ്സനാ? லட்சுமி, வந்து ஜீப்ல ஏறு. എന്തിന്? உன்னை ரெங்கண்ணனை கூட்டிட்டு வர சொல்லியிருக்காரு. അയ്യടാ, ചെങ്കണ്ണൻ വിളിച്ചാ വരാതിരിക്കല്ലേ ഞാൻ? പോടാ. വേണ്ട ലക്ഷ്മി, വാ. என் கைக்கு வேலை கொடுக்காத. மரியாதையை சொல்றேன், வந்து ஜீப்ல ஏறு. டேய், கையை விடுடா. போடா. അവരിനിയും വഴക്കിന് വന്നാലോ? എനിക്കെന്തോ പേടിയാവുന്നു. அப்படி பயந்து வாழ்ந்ததுனால தானே நம்ம ரொம்ப கஷ்டப்பட்டோம். இனிமேலாவது நான் யாரு? ராசப்பண்ணனை யாரோ கோயில் கிட்ட அடிச்சு போட்டிருக்காங்க. தலையில் நல்லா அடிபட்டு இருக்குண்ணே. பயப்படுற மாதிரி ஒண்ணும் இல்ல. ஆஸ்பத்திரிக்கு எடுத்துட்டு போயிருக்காங்க. சீக்கிரம் வாங்கண்ணே. வா போலாம். ഞാനും വരാം. வேணா, நீரு, நான் போறேன்.
എന്താ ഉഷി രാത്രിയിൽ എങ്ങോട്ടാ? കണ്ണനെ ആരോ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി. എന്തോ അപകടമുണ്ട്. என்னடி இப்போ தொழில் ரோட்லயேவா? സാർ ഇവളുടെ ഭർത്താവിനെ ആരോ. நீ யாரா இவளுக்கு புது மாமாவா? ஏறா வண்டியில. சார் என்ன நம்புங்க, என் புருஷன். பேசாத. സാർ ஏய் ஏறா வண்டியில. சார் தயவு செஞ்சு நான் சொல்றது கொஞ்சம் கேளுங்க. என் புருஷன். கான்ஸ்டபிள் இவ்வளவு உள்ள സാർ എനിക്കറിയാം നിങ്ങൾ ഒത്തുകളിക്കാണ്. കണ്ണനെ രംഗന്റെ ഗുണ്ടകൾ കൊണ്ടുവരികയാണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം തനിക്കായിരിക്കും. Shut up. கான்ஸ்டபிள் തിരിച്ചു കിട്ടി. കണ്ണു നിറയൊന്ന് കാണാൻ കഴിയും മുമ്പ് കൊണ്ടുപോയി കൊന്നല്ല ഏട്ടാ. എന്നെ മോഹിപ്പിച്ചതല്ലോ വേദനിപ്പിക്കാനായിരുന്നല്ലോ. ഞാൻ എന്ത് പറഞ്ഞാൽ മോളെ നിന്നെ ആശ്വസിപ്പിക്കും. കരേ മതിയാവളം കരേ. 7-ാം വയസ്സിൽ മരിച്ചു എന്ന കാര്യം നിന്നെ തിരിച്ചു കിട്ടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അതിനുള്ള ശിക്ഷയായല്ലോ മോളെ. ലക്ഷ്മി,
സർ ഓക്കെ സർ. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ആ പയ്യനെ കൊല്ലാൻ നീ ഒത്താശ ചെയ്ത അവന്മാരുടെ അടുത്തേക്ക്. സ്റ്റേഷൻ കൊള്ളുന്നത് കലാട്ട അവിടെ പോട്ടെ. കോൺസ്റ്റബിൾ നിർത്താൻ. ശിവൻ, ശിവൻ, താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അതെ സാർ, എനിക്ക് ഭ്രാന്താണ്. ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്റെ ഭ്രാന്ത് കൂടുതലാണ്. അത് മാറണമെങ്കിൽ ഇവരെ പോലെ പട്ടുകളൊക്കെ കൊല്ലണം. ശിവൻ, താൻ ഈ കാണിച്ചതിന് തന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ഇടേണ്ടതാണ്. ചെയ്യണം സാർ. സാറിനെ കൊണ്ട് അതല്ലേ പറ്റൂ. സർക്കാരിന്റെ ശമ്പളം വാങ്ങി ഗുണ്ടകൾക്ക് കൈകളായി നിൽക്കുന്ന ഇവനെ പോലെയുള്ളവനെയൊന്നും തൊടാൻ പറ്റിയല്ലോ. ശിവൻ, കൂൾ ഡൗൺ. കണ്ണനെ കൊന്നവന്റെ പിന്നിൽ ആരുടെ കൈയാണെന്ന് എനിക്കറിയാം. അവനെ രാത്രി വീട്ടിൽ നിറക്കൊണ്ടുവനെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവനെ കൈ കിട്ടിയാൽ വേണ്ട ആക്ഷൻ ഞാൻ എടുത്തോളാം. താനിപ്പോ പോ. അരുണിന്റെ അച്ഛൻ വേണുമെന്നെ ശേഖരേട്ടൻ അറിയില്ലേ? ഡൽഹിയിൽ നിന്ന് അയാളുടെ പൊസിഷൻ എന്താ? ഇത്രയും കാലം അവിടെ ഉദ്യോഗത്തിലിരുന്നിട്ട് മോശമല്ലാത്ത റെപ്യൂട്ടേഷൻ അവിടുത്തെ മലയാളീസിന്റെ ഇടയിൽ ഞങ്ങൾക്കും ഉണ്ടല്ലോ. എല്ലാം ഇവളൊരുത്തി കാരണം നശിച്ചു എന്ന് പറയാം. ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഞാനും ചേട്ടനും ഒളിക്കുക. എല്ലാവർക്കും ചോദിക്കാൻ ഈ ഒരു വിഷയമേ ഉള്ളതാനും. അവളൊരു കൊച്ചുകുട്ടിയല്ല. സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവൾക്ക് അവളുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. എന്ത് കാഴ്ചപ്പാട്? പിടിച്ചു വലിച്ചുകൊണ്ട് കല്യാണം നടത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. നീ അവളോട് സംസാരിച്ചോ? എങ്ങനെയാ സംസാരിക്കുന്നത്? ഞങ്ങളെ കണ്ടപ്പോഴേ ചതുർത്തി കണ്ട പോലല്ലേ മുഖം ഇരിക്കുന്നത്. ചെറുപ്പം തൊട്ടേ അവൾ പ്രോബ്ലം ചൈൽഡ് ആയിരുന്നു. അങ്ങനെ പറയരുതില്ലേ. അവളുടെ മനസ്സ് ശരിക്കും വേദനിക്കുന്നുണ്ട്. അത് നമ്മൾ കാണണ്ടേ? രാധയെടുത്തേ, പുറത്തു നിന്ന് കമന്റ്സ് പറയാൻ ആർക്കും എളുപ്പമാണ്. ഒരു കുഞ്ഞിനെ പെറ്റു വളർത്തി എടുക്കുന്നവർക്ക് അതിന്റെ വേദനയും പ്രയാസമൊക്കെ മനസ്സിലാവും. ഹലോ, എന്താ പക്ഷെ മഴ പെയ്യുന്നൊന്നും അറിയുന്നില്ലേ? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയും ഓടിപ്പോകാൻ എനിക്കൊരിടമില്ല. എന്റെ ചെങ്ങാതി, താനിങ്ങനെ ഡെസ്പാണ്ട കാര്യമൊന്നുമില്ല. തന്റെ മനസാക്ഷിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും താൻ ചെയ്യാൻ പോണില്ല. ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ശക്തമായ ഒരു കാരണം കണ്ടുപിടിക്കുക. എന്നിട്ട് അത് അടിവരായിട്ട് അങ്ങ് പറഞ്ഞേക്കുക. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ ഞാൻ എന്ത് പറഞ്ഞും ഒരറ്റംപ്റ്റ് കൂടി നടത്തും. പക്ഷേ ഒന്നും കേൾക്കാനുള്ള മനസ്സ് അവർക്ക് രണ്ടുപേർക്കും ഇല്ല ശിവൻ. എന്നാ പിന്നെ അട്ടയാക്കി രണ്ടിലൊന്നറിയാൻ ശിവൻ ഇവിടെ ഉണ്ട്. അത് മനസ്സിൽ വെച്ചേക്ക്.